ഇരിക്കൂർ ചാലോട് റോഡിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടതോടെ വാഹനയാത്രികർക്ക് ദുരിതമേറി. ചുരുക്കം സ്ഥലത്ത് മാത്രമാണ് ഓവുചാലുകൾ ഉള്ളത്. ഇരിക്കൂർ ചാലോട് റോഡിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടതോടെ യാത്രക്കാർ ദുരിതത്തിലായി. മരക്കമ്പനി, ആയിപ്പുഴ, കൊളപ്പ, നായാട്ടുപാറ, കുന്നോത്ത്, കൊളോളം ഭാഗങ്ങളിൽ ഭാഗികമായാണ് ഓവുചാലുള്ളത്. കൊളപ്പ മട്ടന്നൂർ ജംഗ്ഷനിൽ പട്ടാനൂർ മഹാവിഷ്ണു ക്ഷേത്ര റോഡരികിൽ മഴക്കാലമായാൽ പതിവായി വെള്ളക്കെട്ടാണ്. ഇത് കാരണം വാഹനങ്ങൾ തെറ്റായ ദിശയിൽ സഞ്ചരിക്കുന്നത് അപകടത്തിനും കാരണമാവുകയാണ്. റോഡിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമായി. ഡ്രെയിനേജ് സംവിധാനം ഇല്ലാത്തത് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളിപ്പം കൊളപ്പയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മട്ടന്നൂർ റോഡ് കൂട്ടിമുട്ടുന്ന ആ ജംഗ്ഷൻ, അവിടെ സ്ഥിരമായിട്ട് വെള്ളക്കെട്ടാണ്. ഇനി ഒരു മഴക്കാലം കഴിയുന്നത് വരെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടും ആ വെള്ളക്കെട്ടോട് ചേർന്നുള്ളൊരു വീടുണ്ട്. ആ വീട്ടുകാരനൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം വാഹനങ്ങളൊക്കെ ചേർന്ന് പോകുമ്പോൾ ചെളി തെറിപ്പിച്ചുകൊണ്ടും, അതുമാത്രമല്ല മറ്റൊരു ഭാഗത്ത് വാഹനങ്ങൾ ആ വെള്ളം ഒഴിവാക്കി റോങ് സൈഡിലൂടെ പോകുമ്പോൾ വലിയ അപകട സാധ്യത കൂടി കടന്നു വരികയാണ്. അതുപോലെ നിങ്ങൾ ആയിപ്പുഴ പരിശോധിച്ച് നോക്കിയാൽ അവിടെയും ഇതേ പ്രശ്നങ്ങളുണ്ട്. അവിടെയുമൊക്കെ കല്ലൊക്കെ പാകിയിട്ടാണ് വെള്ളത്തിൻ്റെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്നത്. കൃത്യമായ ഡ്രെയിനേജ് സംവിധാനം ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും റോഡിലൂടെ വെള്ളം കുത്തിയൊലിക്കുമ്പം രാവിലെ പള്ളിയിലൊക്കെ പോകുന്ന കുട്ടികൾ ഉൾപ്പെടെ റോഡിലൂടെ നടക്കുകയും വഴിയാത്രക്കാരുൾപ്പെടെ കാൽനട യാത്രക്കാരുൾപ്പെടെ റോഡിലൂടെ നടന്ന് അവർക്ക് അപകട ഭീഷണി ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. തികഞ്ഞ അനാസ്ഥയാണ് നടത്തുന്നത്. റീൽസ് ഇട്ട് നടന്നാൽ മാത്രം പോരാ, ഇത്തരം കാര്യങ്ങളിലൊക്കെ അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. ആയിപ്പുഴ മുതൽ ഇരിക്കൂർ പാലം വരെ റോഡരികിൽ ഓവുചാലുകളില്ലാത്തതിനാൽ വെള്ളം കുത്തിയൊലിച്ച് കുഴികൾ രൂപപ്പെടുകയാണ്. വ്യാപാരികൾ കല്ലുകൾ പാകിയാണ് താൽക്കാലിക പരിഹാരം കണ്ടെത്തുന്നത്. റോഡിന്റെ അരികും മണ്ണൊലിച്ച് ഇല്ലാതാവുകയാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ്. നായാട്ടുപാറ ടൗണിലും മഴ പെയ്താൽ ഇതുതന്നെയാണ് സ്ഥിതി. ബന്ധപ്പെട്ടവർ ഇടപെട്ട് നിലവിലെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.